ബാറ്റ്സ്മാനും ഫീൽഡറും എന്ന നിലയിൽ വിരാട് കോഹ്ലിയുടെ ആധിപത്യം അദ്ദേഹം പ്രകടമാക്കുന്നു. 9230 റൺസിലധികം നേടിയ അദ്ദേഹം ഏറ്റവും കൂടുതൽ ടെസ്റ്റ് റൺസ് നേടിയവരുടെ പട്ടികയിൽ 19ാം സ്ഥാനത്താണ്. 30 സെഞ്ചുറികളും 60 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ശ്രദ്ധേയമായി ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇരട്ട സെഞ്ചുറികൾ നേടിയവരുടെ പട്ടികയിൽ 4ാമതാണ് അദ്ദേഹം. ഒരു പരമ്പരയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ 4ഉം ഇരട്ട സെഞ്ചുറികൾ 2ഉം നേടിയവരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തുമാണ് അദ്ദേഹം. ടെസ്റ്റിൽ 7000 9000 റൺസ് എത്തുന്നവരുടെ പട്ടികയിൽ 5ാമനായി കോഹ്ലി വേഗത്തിൽ പ്രധാന നാഴികക്കല്ലുകളിലെത്തി. അദ്ദേഹം 121 ക്യാച്ചുകൾ എടുത്തു. ഇത് അദ്ദേഹത്തെ എക്കാലത്തെയും 22ാമത്തെ സ്ഥാനത്തേക്ക് എത്തിച്ചു. 5000+ റൺസും 50+ ഫീൽഡിംഗ് പുറത്താക്കലുകളും എന്നിവയുടെ അപൂർവ റെക്കോർഡും അദ്ദേഹത്തിൻ്റെ ഓൾറൗണ്ട് സംഭാവനകളിൽ ഉൾപ്പെടുന്നു. 68 ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച കോഹ്ലി ഏതൊരു ഇന്ത്യക്കാരനും നേടുന്ന ഏറ്റവും ഉയർന്ന ടെസ്റ്റ് മത്സരമാണിത്. അദ്ദേഹം 17 എണ്ണത്തിൽ മാത്രമാണ് തോൽവി ഏറ്റുവാങ്ങിയത്, അതായത് വെറും 25% തോൽവി. 40 വിജയങ്ങളും 11 സമനിലകളുമായി 58.82% എന്ന ശ്രദ്ധേയമായ വിജയ ശതമാനവുമായി അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ടെസ്റ്റ് ക്യാപ്റ്റനായി മാറി. 2018-19 ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യ ആദ്യമായി ടെസ്റ്റ് പരമ്പര വിജയത്തിലേക്ക് നയിച്ചതും കോഹ്ലിയാണ് എന്നത് ശ്രദ്ധേയമാണ്. 2016 മുതൽ 2021 വരെ തുടർച്ചയായ 5 വർഷം ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തിയ കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ 2021 ആദ്യമായി ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിലെത്തി. കൂടാതെ 20 സെഞ്ചുറികൾ നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയതും അദ്ദേഹമായിരുന്നു. ഇതിനു പുറമെ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വെറ്ററിയൻ ബാറ്റ്സ്മാനും അദ്ദേഹമായിരുന്നു. 68 മത്സരങ്ങളിൽ നിന്നും 5864 റൺസാണ് അദ്ദേഹം നേടിയത്. 60 ഓവറുകൾക്ക് അവർ അവിടെ നരകയാതന അനുഭവിക്കണം. 2021 ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ 272 റൺസ് പ്രതിരോധിച്ചപ്പോൾ ഇംഗ്ലണ്ടിനെ 51.5 ഓവറുകളിൽ വെറും 120 റൺസിന് ഓൾ ഔട്ട് ആക്കുന്നതിന് മുമ്പ് അന്നത്തെ ഇന്ത്യൻ നായകൻ പറഞ്ഞ വാക്കുകളാണിത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉയർന്ന നിലവാരമുള്ളതും നിരന്തരമായതുമായ ക്രിക്കറ്റ് ശൈലിയുടെ തെളിവാണിത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ മിന്നുന്ന ചില പ്രകടനങ്ങൾ നമുക്കിവിടെ നോക്കാം. വർഷം 2013 ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള ആദ്യ പര്യടനത്തിൽ ജോഹന്നാസ്ബർഗിലെ വാൻഡേഴ്സിൽ 119ഉം 96 റൺസും നേടി കോഹ്ലി ദുഷ്കരമായ വിദേശ സാഹചര്യങ്ങളിൽ തൻ്റെ വരവ് പ്രഖ്യാപിച്ചു. ഡെയ്വ് സ്റ്റെയിൻ, ഫില്ലാണ്ടർ, മോർണി മോർക്കൻ തുടങ്ങിയവരെ ആവേശകരമായ പിച്ചിൽ നേരിട്ട കോഹ്ലി ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പിൻ്റെ വേഗതയ്ക്കും ബൗൺസിനെതിരെ മികച്ച സാങ്കേതികവിദ്യ പ്രകടിപ്പിച്ചു. ആദ്യ ഇന്നിംഗ്സിലെ സെഞ്ചുറി ഇന്ത്യയുടെ ശക്തമായ സ്കോറിന് അടിത്തറയിട്ടു. അതേസമയം 2ാം ഇന്നിംഗ്സിൽ അദ്ദേഹം നേടിയ 96 റൺസ് മത്സരത്തിൽ ഇരട്ട സെഞ്ചുറികൾ വരെ എത്തിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കൻ സാഹചര്യങ്ങളിൽ തൻ്റെ സാങ്കേതികതയും സ്വഭാവവും ക്രമീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് മുൻ ക്രിക്കറ്റ് കളിക്കാരുടെയും വിദഗ്ധരുടെയും പ്രശംസ പിടിച്ചുപറ്റി. ദക്ഷിണാഫ്രിക്ക സമനിലയിൽ പിരിഞ്ഞതിനാൽ ഇന്ത്യക്ക് പ്രശസ്തമായ ഒരു വിജയം നഷ്ടമായി. പക്ഷേ കോഹ്ലിയുടെ പ്രകടനം അദ്ദേഹത്തെ ടെസ്റ്റിലെ ഇന്ത്യയുടെ അടുത്ത ബാറ്റിംഗ് സൂപ്പർ സ്റ്റാറായി സ്ഥാപിച്ചു. വർഷം 2014 MS ധോണിയുടെ പരിക്കിനു ശേഷം ഓസ്ട്രേലിയയിൽ ആദ്യമായി ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റനായി ചുമതലയേറ്റ കോഹ്ലി ഇരട്ട സെഞ്ചുറികൾ നേടി മുന്നിൽ നിന്ന് നയിച്ചു. ആദ്യ ഇന്നിംഗ്സിൽ 115ഉം 2ാം ഇന്നിംഗ്സിൽ 141ഉം അദ്ദേഹം നേടി. ആത്മവിശ്വാസം നിറഞ്ഞ ആദ്യ ഇന്നിംഗ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രോക്ക് പ്ലേ. പരന്ന പിച്ചിൽ ഓസ്ട്രേലിയൻ ആക്രമണത്തെ ആധിപത്യം സ്ഥാപിച്ചു. എന്നിരുന്നാലും 2ാം ഇന്നിംഗ്സിൽ 141 റൺസ് നേടിയതാണ് യഥാർത്ഥത്തിൽ വേറിട്ടു നിന്നത്. വിജയത്തിനായി 364 റൺസ് പിന്തുടരുന്നതിനിടയിൽ കൃത്യമായ ഇടവേളകളിൽ പങ്കാളികളെ നഷ്ടപ്പെട്ടിട്ടും കോഹ്ലി ധീരമായ പ്രത്യാക്രമണം നടത്തി സമനിലയ്ക്കായി കളിക്കാൻ വിസമ്മതിച്ചു. 48 റൺസിന് പരാജയപ്പെട്ടെങ്കിലും കോഹ്ലിയുടെ നേതൃത്വവും നിർഭാഗ്യമായ ബാറ്റിങ്ങും വ്യാപകമായി പ്രശംസിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഉറച്ച ക്യാപ്റ്റൻസിയുടെ വ്യൂഹത്തിന് തുടക്കം കുറിച്ചു. വർഷം 2016 വെങ്കടേഷ് സ്റ്റേഡിയത്തിൽ നടന്ന ഇംഗ്ലണ്ടിൻ്റെ ഇന്ത്യൻ പര്യടനത്തിലെ 4ാമത്തെ ടെസ്റ്റിൽ കോഹ്ലി 235 റൺസ് നേടി. ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ. സ്പിന്നിനെ തുടക്കത്തിൽ തന്നെ സഹായിച്ച പിച്ചിൽ ബാറ്റ് ചെയ്ത അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ സ്പിന്നർമാരെയും പേസർമാരെയും ഒരുപോലെ സമ്മർദ്ദമായി നേരിട്ടു. ഇന്ത്യയുടെ 631 എന്ന കൂറ്റൻ സ്കോറിൻ്റെ നട്ടലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സ്. ഇത് ആതിഥേയരെ ഇന്നിംഗ്സ് വിജയം നേടാനും പരമ്പര സമ്മർദ്ദമാക്കാനും സഹായിച്ചു. 9 മണിക്കൂറോളം ബാറ്റ് ചെയ്ത് 25 ഫോറുകളും 1 സിക്സറും ഉൾപ്പെടെ അസാധാരണമായ കരുത്തും
ഏകാഗ്രതയും പ്രകടിപ്പിച്ചു. കോഹ്ലിയുടെ ഈ ഇന്നിംഗ്സ് ഒരു സുവർണ റണ്ണിൻ്റെ ഭാഗമായിരുന്നു. അതേ വർഷം അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഇരട്ട സെഞ്ചുറി അക്കാലത്ത് ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ റെക്കോർഡായിരുന്നു. അങ്ങനെ എത്ര റെക്കോർഡുകൾ. അങ്ങനെ അവസാനം അദ്ദേഹം അയാളുടെ വെള്ളക്കുപ്പായം ഊരി വച്ചിരിക്കുന്നു. മിസ് യു വിരാട് കോഹ്ലി, മിസ് യു.